അനുമോളുടെയും ആദിലയുടെ ഒരു ഫൈറ്റ് ആണ് ഇന്നലെ വന്ന പ്രൊമോയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതുകൊണ്ട് തന്നെ ബുള്ളി ടീമിനെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കാനൊക്കും, അതായത് അക്ബറിനും നെവിനും. എന്നാൽ ആ ഒരു ഫൈറ്റിലേക്ക് എത്തിക്കുന്നതിന് രാവിലെ തൊട്ടേ കുറച്ച് കാര്യങ്ങൾ ഘടകമാണ്. അപ്പോൾ ഇന്ന് രാവിലത്തെ ലൈവിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് കാണാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ ഇന്ന് രാവിലെ ശരിക്കും പറഞ്ഞാൽ ആദിലയും അനുമോളും സാബുമാനും 3 പേരും സത്യം പറഞ്ഞാൽ കിച്ചൺ ടീമിനകത്തുള്ളതാണ്. അതിൽ അനുമോളും അനീഷും കൂടിയാണ് ഇന്ന് രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിൽ കൂടെ നിൽക്കുന്നത്. അതില രാവിലെ അവിടെയൊക്കെ പോയി നിന്നു നോക്കി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും അത്ര അധികം ആക്റ്റീവായിട്ട് സാബുമാനും ആദിലയും കിച്ചൺ ടീമിൽ പോയിട്ടില്ല. അവർ 3 പേരുമാണ് കിച്ചൺ ടീം. പക്ഷേ സാബുമാനും ആദിലയും രാവിലെ തന്നെ അവിടെ ആദിലയാണെങ്കിൽ സെറ്റിയിൽ കമ്പിളിപ്പുതപ്പൊക്കെ ഇട്ട് പുതച്ച് മൂടിക്കിടന്ന് അക്ബറിന്റെ കുറ്റങ്ങൾ പറയുകയാണ്, അക്ബറിനെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറയുകയാണ്. സാബുമാനും അത് കേട്ടോണ്ടിരിക്കുന്നു. സാബുമാനും കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. ഇവരുടെ ഇടയിലുള്ള ഈ സംസാരം നടക്കുന്ന സമയത്ത് അനുമോൾ കുറേ നേരം കഴിഞ്ഞതിന് ശേഷം സാബുമാൻ എന്ന് വിളിക്കുന്നുണ്ട് കിച്ചണിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉടനെ ആദില പറയുന്നുണ്ട് അനു ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവർ തമ്മിൽ അക്ബറിന്റെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ആ സമയത്ത് അനീഷും അനുമോളും കൂടിയാണ് ആ ഉപ്പുമാവ് മൊത്തം കിണ്ടിയെടുക്കുന്നത്. അങ്ങനെ ആ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും സാബുമാൻ അനുമോളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ചെന്നിട്ട് പതുക്കെ പറയുന്നുണ്ട്, നീ പറഞ്ഞു പശയല്ല പേസ്റ്റ് എന്നൊക്കെയാണ് നീ ആ ഉപ്പുമാവിനെ കുറിച്ച് നെവിനോട് പറഞ്ഞത്. അതുകൊണ്ട് അനുമോളെ നല്ലോണം ഉണ്ടാക്കിക്കോ, കാരണം നെവിന്റെ ഉപ്പുമാവിനെ കുറ്റം പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന് അനുമോളുടെ ഉപ്പുമാവിനകത്ത് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിരിക്കുകയാണ്, നെവിൻ എടുത്തിട്ട് അലക്കിക്കോളും എന്ന് സാബുമാൻ അനുമോളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് അനീഷ് കേൾക്കുമ്പോൾ അനീഷ് അന്നേരം അനുമോളോട് പതുക്കെ പറയുന്നുണ്ട്, നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇവിടെ മറക്കണം, എല്ലാം ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്, ചില മറക്കേണ്ട കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നു കളഞ്ഞേക്കണം എന്ന് അനീഷ് അനുമോളോട് പറയുന്നുണ്ട്. അനുമോൾ ഇതിന് ആർക്കും മറുപടി ഒന്നും കൊടുക്കുന്നില്ല, എല്ലാം കേട്ട് ചിരിച്ചോണ്ടൊക്കെ നിൽക്കുകയാണ് അനുമോള്. അനുമോളുടെ ഭാഗത്ത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എല്ലാവരും അനുമോളുടെ അടുത്തേക്കാണ് ചൊറിയാൻ പോകുന്നത്. അത് ഇന്ന് വ്യക്തമായിട്ട് ആദിലയുടെ പ്രശ്നം പ്രൊമോ വന്നപ്പോഴേ ഞാൻ രാവിലെ തൊട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം സാബുമാനും ആദിലയും പറയുന്നുണ്ട് അനുമോൾ ഇന്ന് രാവിലെ തൊട്ടേ കലിപ്പാണ്, അല്ലെങ്കിൽ മൂഡ് ഓക്കെ അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ആദില ഒട്ടും തന്നെ കിച്ചണിൽ കയറി ജോലി ചെയ്യുന്നില്ല. ആദില അവിടെ ജോലി ചെയ്യാത്തത് കൊണ്ടാണ് ഈ പറയുന്ന അനുമോൾക്കൊരു ദേഷ്യം ഫീൽ ഉള്ളത്. ഇനി അതേസമയം നെവിൻ ആദിലയുടെ കൂടെ പോയി കമ്പിളിയിലൊക്കെ പൊതിച്ച് മൂടി ആ ഒരു സെറ്റിലൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ അവിടെ വന്നിട്ട് ബെസൽ കഴുകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഒക്കെ ഈ നെവിനെയൊക്കെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നു എന്ന് തോന്നുന്ന നിലയ്ക്ക് ഒരു കാര്യം കൂടെ പറയണം, അവിടുത്തെ വെള്ളം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇത്രയും ഉപയോഗിച്ച് നശിപ്പിക്കുന്നത് ഈ പറയുന്ന നെവിനാണ്. പൈപ്പ് അങ്ങോട്ട് ഫുൾ ഫോഴ്സിൽ തുറന്നിട്ടിട്ട് ചുമ്മാ ഉള്ള സ്പൂണ് ബൗള് ഇതൊക്കെ ചുമ്മാ ഒന്ന് ഇത്തിരി സോപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് ഇടുന്നു, എന്നിട്ട് വീണ്ടും വെള്ളത്തിലിട്ട് ചുമ്മാ മുക്കി വെക്കുന്നു. അത് ലൈവില് വളരെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. സാധാരണ നമുക്ക് ലൈവ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എക്സ്ട്രാ ലോങ് ഷോട്ടിലാണ് വരുന്നത്. എന്ന് വെച്ചാൽ നമുക്കത് കാണാൻ പറ്റില്ല, ലോങ് ഷോട്ടാണ്. എന്നാൽ ഇത് കാണിച്ചപ്പോൾ ഈ നെവിൻ പാത്രം കഴുകുന്നത് വളരെ ക്ലോസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ ഒരു എക്സ്ട്രാ ക്ലോസ് ഷോട്ടിൽ കാണിക്കുമ്പോൾ ചുമ്മാ വെള്ളം തുറന്നു വിടുകയാണ് നെവിൻ. അപ്പൊ നെവിൻ ഈ വെള്ളം തുറന്നു വിട്ട് ഈ പാത്രം കഴുകുന്നതിന്റെ ഇടയ്ക്ക് അനുമോള് പോയി റെഡിയായി കുളിച്ച് റെഡിയായി പുതിയ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ട് പ്ലേറ്റ് എടുത്ത് കഴുകുന്നതിന്റെ ഇടയ്ക്ക് ഈ സാബുമാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, യവനൊരു വില്ലൻ ക്യാരക്ടറൊക്കെ കൊള്ളാല്ലേ അഭിനയിക്കാൻ എന്ന് നെവിനെ കുറിച്ച് സാബുമാൻ അവിടെ പറയുന്നുണ്ട്. അപ്പൊ അനുമോള് വളരെ യൂഷ്വൽ ആയിട്ട് ഇങ്ങനെ ജസ്റ്റിനെ പറഞ്ഞിട്ടുണ്ട്, അതെ അത് സ്വഭാവം നന്നല്ല എന്നെന്തോ പറഞ്ഞു. പക്ഷെ അത് ക്ലിയർ ആയിരുന്നില്ല. അപ്പം നെവിൻ ഉടനെ ചാടി കയറിക്കൊണ്ട് അനുമോളെടുത്ത് എന്താ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ അനുമോൾക്കറിയാം ഇതിപ്പോ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ സീൻ നെവിൻ ഉണ്ടാക്കും, അതുകൊണ്ട് തന്നെ അത് ഞാൻ ഒരു വെട്ടവേ പറയത്തോളൂ എന്ന് പറഞ്ഞിട്ട് അനുമോൾ അതിനെ തള്ളിക്കളയുന്നുണ്ട്. അങ്ങനെ നെവിൻ അവിടെ നിന്ന് പാത്രമൊക്കെ കൈയൊക്കെ കുടഞ്ഞിട്ട് അക്ബറിന്റെ അടുത്ത് പോയി പറയുന്നുണ്ട്, ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു, ഇനി ആ ഉപ്പുമാവ് ഉണ്ടാക്കിയ വലിയ ചരുവം മാത്രമേ കഴുകാനുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അക്ബർ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ ഫുഡ് കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പം വീതം വെക്കുകയാണ്. അങ്ങനെ ആ ഒരു ഉപ്പുമാവ് എല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പത്തൊട്ടേ ഈ പറയുന്ന ആദിലേക്ക് ഒരു ചെറിയ കുഴപ്പം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ബാക്കി നമുക്ക് ഉച്ചയ്ക്കിന്നും അവർ ഇന്നലത്തെ കണക്ക് ചോറും പയറുതോരനും ഒക്കെയാണ് വെക്കുന്നത്. അപ്പോൾ അതിൽ ഈ സാബുമാൻ ഒരു ഇത്തിരി കുത്തിത്തിരിപ്പ് ഉണ്ട് കേട്ടോ. ആ സാബുമാന്റെ കുത്തിത്തിരിപ്പിനെ കുറിച്ച് നമുക്ക് അടുത്തൊരു കാര്യത്തിൽ പറയാം. ഏതായാലും അടുത്തൊരു ലൈവ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കിയേച്ച് വരാം. അപ്പോൾ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.